അയ്യന് ചാർത്താനുള്ള തങ്കയങ്കി നാളെ ശബരിമല സന്നിധാനത്തെത്തും. ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. നാളെ രാവിലെ 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയ ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നത് പുനരാരംഭിക്കും. നാളെ ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ചാൽ പിന്നീട് നട തുറക്കുക 5 മണിക്കാകും. ദീപാരാധനയ്ക്ക് ശേഷമാകും ഭക്തർക്ക് 18-ാം പടി കയറാൻ അനുവാദം നൽകുക. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, നാളെയാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? കെ.പി. ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയോടെയാണ് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തങ്കയങ്കി പമ്പയിലെത്തും. പിന്നീട് 3 മണിക്കാണ് ഇവിടെ നിന്നും പുറപ്പെടുന്നത്. 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യം പമ്പയിലുണ്ട്. ഒപ്പം അവിടെ വലിയ സ്വീകരണവും ഏർപ്പെടുത്തുന്നുണ്ട്. അതിനാൽ രാവിലെ 11 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇതാണ്. രാവിലെ 11 മണി വരെ മാത്രമാണ് നാളെ ഭക്തജനങ്ങൾക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടാവുകയുള്ളൂ. 11 മണിക്ക് ശേഷം തീർത്ഥകരെ പമ്പയിൽ തടയും. ഉച്ചയ്ക്ക് 1:30 പമ്പയിൽ എത്തി വിശ്രമിക്കുന്ന ഈ തങ്കയങ്കി ഘോഷയാത്ര 3 മണിക്ക് സന്നിധാനത്തേക്ക് തിരിക്കും. ഘോഷയാത്ര വൈകിട്ട് 5 മണിയോടെ ശരംകുത്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും. അതിനുശേഷമാണ് ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് വീണ്ടും പുനരാരംഭിക്കുക. സാധാരണ ഇതോടൊപ്പം വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ച ശേഷം 3 മണിക്കാണ് നട തുറക്കാറുള്ളത്. പക്ഷേ നാളെ ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ചാൽ 5 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം ചാർത്തിയുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ആ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഭക്തർക്ക് ദർശനം സാധ്യമാകും. വൈകിട്ട് 6:40 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന കഴിഞ്ഞ ശേഷം ഭക്തരെ ആരംഭിക്കുകയും ചെയ്യും. തുടർന്ന് ഭക്തജനങ്ങൾ തങ്കയങ്കി വിഭൂഷിതനായിട്ടുള്ള ദീപാരാധനയ്ക്ക് ശേഷം അയ്യപ്പനെ കണ്ടു തൊഴാൻ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കണ്ടു തൊഴാനുള്ള അവസരമാണ് ലഭിക്കുക. എന്തായാലും ഇങ്ങനെ ചില നിർദ്ദേശങ്ങളാണ് സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വന്നിരിക്കുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.